വണ്ടി എടുത്ത് വരണം. മാറ്റും. പറയാനുള്ളത് പറഞ്ഞിട്ട്. ഉടുമ്പിന്റെ ചോര കുടിച്ച് വളർന്നവനാണ് ആ ഭരതൻ. കാക്കിയിട്ടവന്മാർ ഒഴിഞ്ഞാലും പിഴിഞ്ഞാലും ഒന്നും കേക്കില്ല. നീ എന്നോട് കളിച്ച കളിയുണ്ടല്ലോ, ലോൺ എടുത്ത കളിയാ. ഓർമ്മിച്ചോ നീ? മുതലും പലിശയടക്കം നിനക്ക് ഞാൻ തിരിച്ചു തരും. അതാ ഭരതന്റെ ഒരു സ്റ്റൈല്. ജന്മസിദ്ധിയുണ്ട് നിനക്ക്. മനോധർമ്മം അസലായിരിക്കുന്നു. മനോധർമ്മത്തിനെ ഭരതനൊട്ടും പറയില്ലല്ലോ. ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ മോനല്ലേ? ലക്ഷ്മിഭായിയുടെ മകനല്ലല്ലോ, ജാരസന്തതി. ഭരതന്റെ തന്ത കുഞ്ഞാമ്പു, ചീമേനി കുഞ്ഞാമ്പു. കക്കയം ക്യാമ്പിലിട്ട് പോലീസ് തല്ലിപ്പഴിപ്പിച്ചു. 2.5 കൊല്ലം ചോര ചുമച്ചു തുപ്പി ചത്തുന്നാ കേട്ടത്. അല്ലായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കാതാ. ഒന്നില്ലെങ്കിൽ അച്ഛനല്ലേ? അച്ഛൻ വിപ്ലവത്തോട് ഭ്രമം തോന്നിയ തമ്പുരാട്ടിക്ക് വയറ്റിലുണ്ടാക്കിയാൽ മാത്രം പോരായിരുന്നു. വിളിച്ചിറക്കി 4 ആളുടെ മുമ്പിൽ വെച്ച് ഒരു മാലയിടാനുള്ള ചങ്കുറ്റം കാണിക്കണമായിരുന്നു. അല്ലാണ്ട് എന്റെ അമ്മ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ടാ. ആഹാ, കൃഷ്ണുണ്ണി മാഷോ? അതേടോ, ഞാൻ തന്നെ. വിലാസം പറഞ്ഞ് വീടന്വേഷിച്ചപ്പോ ജംഗ്ഷനുള്ളവർ പറഞ്ഞു തെമ്മാടിയും താന്തോന്നിയുമായ ഭരതന്റെ വീരകഥകള്. ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹം, ഗുരുവിനേക്കാളും വളർന്ന പ്രിയ ശിഷ്യനെ ഒന്ന് കാണുക. മൃദംഗം വായന ജീവിതോപാധിയാക്കിയ ഈ ഗുരുവിന് അറിയാത്തത് അഭ്യസിക്കാൻ നീ തഞ്ചാവൂർക്ക് യാത്ര തിരിച്ചപ്പോ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. തുകൽ വാദ്യങ്ങളുടെ തമ്പുരാനാകട്ടെ. തഞ്ചാവൂർക്ക് പോയില്ല, ഈ മണ്ണിലേക്ക് തന്നെ പോന്നു. അവസാനം തീരുമാനിച്ചു അമ്മയുടെ ഓർമ്മയുമായി ഇവിടെ തന്നെ ജീവിച്ച് മരിക്കാമെന്ന്. കർമ്മഫലം അരുതാത്തതൊന്നും ചെയ്യിക്കരുതെന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിക്കാ കുട്ടിയെ. ആയടോ, മനസ്സിന് ശാന്തത കൈവരിക്കാൻ മൃദംഗം വായനയ്ക്ക് കഴിയും. സംശയിക്കണ്ട. താനവിടെ ഇരിക്കുക, താനവിടെ ഇരിക്കുക. ഇരിക്കണോ? അതിന് തരിക. ഈശ്വര, വായിക്ക. വായിക്കടോ. സിദ്ധി നശിക്കില്ല കുട്ടിയെ. ജാതകമേ നിനക്ക് കുറഞ്ഞിട്ടുള്ളൂ. ശ്രമിക്കുക. തകദേവി തകജേണു, 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 തകദേവി തകജേണു. എന്താ ഭരത, വായിച്ച് അവസാനിപ്പിക്കുക. എനിക്ക് ഈ ജന്മത്തിൽ ഞാൻ ഇനി ഇത് കൈകൊണ്ട് തൊട്ടാൽ ഗുരുനിന്ദയാവും. ചെയ്ത അപരാധങ്ങളെ കുറിച്ച് ബോധമുണ്ട് എനിക്ക്. അടുത്ത ജന്മത്തിലെങ്കിലും മോക്ഷം കിട്ടാൻ എന്നെ അനുഗ്രഹിക്കണം.
നിർത്തടേ, നിർത്താൻ. ഏയ്, നാട്യശാസ്ത്രത്തിന്റെ ബാലപാഠങ്ങളെങ്കിലും അറിയാമായിരുന്നെങ്കിൽ നിനക്ക് ചൂട് പിഴക്കില്ല. നിനക്ക് പിഴച്ചു, ഒന്നല്ല പല തവണ. അത്രയ്ക്കായി. നീ കാണിക്കുന്നതിന് ഭരതനാട്യം എന്നല്ല പറയുന്നത്, ഒരുമാതിരി തരികട ഡാൻസ്. എടി, നീ കാട്ടിക്കൂട്ടുന്ന നൃത്തത്തെ ഉണ്ടല്ലോ, ഞാനൊന്നും പറയുന്നില്ല. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? ദേവഗാന്ധാരി രാഗത്തിൽ ഗജേന്ദ്ര മോക്ഷം അഭിനയിക്കുമ്പോൾ ആനയുടെ ചൂടുവയ്പ്പിനും മുതലയുടെ ചലനങ്ങൾക്കും പകരം എന്തേലും ഇങ്ങനെ കാണിച്ചാൽ മതിയോ? യഥോ ഹസ്ത തതോ ദൃഷ്ടി, യഥോ ദൃഷ്ടി തതോ മന, യഥോ മന തതോ ഭാവ, യഥോ ഭാവ തതോ രസ. തലേ കയറിയോ? ഉരുട്ടി എറിയുമ്പോലല്ല, സാധകം വേണം, സാധകം. ആദ്യം അഹങ്കാരം കൊണ്ട് കളയണം, എന്നാലും നന്നാവും. ഒരു നർത്തകിക്ക് വേണ്ട 10 ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോടി ഉണ്ടക്കണ്ണി? ജീവസ്ഥിരത്വം രേഖാച, ഭ്രമരീദൃഷ്ടി ആശ്രമ, മേധാശ്രദ്ധ വജോഗീത, പാത്രപ്രാണദശസ്മൃതം. എന്ന് വെച്ചാല് ജീവ വേഗത ഉണ്ടായിരിക്കണം, സ്ഥിരത്വം സ്ഥിരത ഉണ്ടായിരിക്കണം, രേഖ ആകൃതി ശരീരഘടന, ഭ്രമരി ചുറ്റുവാനുള്ള കഴിവ്, ദൃഷ്ടി കണ്ണ് നന്നായിരിക്കണം, ശ്രദ്ധ തന്നെ, വജോ വാക്സ്ഫുടത പല്ലി കരിയും പോലെ ആവരുതെന്ന്, ഗീതം പാടാനുള്ള കഴിവ്, അമറരുതെന്ന്. നിനക്കിതിൽ എന്തൊക്കെ ഗുണമുണ്ടെന്നും ഇല്ലെന്നും അറിയാൻ നീ തന്നെ സ്വയം അങ്ങ് തീരുമാനിക്കും. നന്നാവണമെന്നുണ്ടെങ്കിൽ കേട്ടോടി കൊരങ്ങി. ഇവൻ ആരാണെന്ന ഭാവം? ആ പെങ്കൊച്ചായോണ്ട് കരണക്കുട്ടിക്കൊണ്ട് കൊടുത്തില്ല, ഒരെണ്ണം കൂടെ വെക്കുന്നുണ്ടല്ലോ. ഈ പ്രായത്തിൽ ആർക്കാ ചാവല്യം തോന്നാത്തത്? ഇനി ഇങ്ങനൊന്നും ആവർത്തിക്കില്ല. ആ തിരുമേനി പാർട്ടി ആഫീസിൽ കയറി വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോ തൊലി ഉരിഞ്ഞു പോയി. ഇതൊക്കെയാണോ ചാബല്യം? തരവഴി എന്നതിന്റെ പേര്, തരവഴി. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിലുള്ള നിപ്പും മറ്റുമൊക്കെ ഉണ്ടാവണ്ടല്ലോ. ഇതുപോലൊരു ശുദ്ധൻ ഈ ലോകത്തിൽ ഇല്ലെന്ന് തോന്നും. കയ്യിലിരിപ്പോ വെറും നെമ്മാടിത്തരം. മതി മതി, ഞാൻ ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയാൽ എങ്ങനാ? നിനക്കിഷ്ടമുള്ള ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, കൊടമ്പുളി ഇട്ട് വെച്ച മീൻകറിയും ഉണ്ട്. അത് ആരാ കഴിക്കുക? ഈ രാത്രി ഇവിടുന്ന് ആരും എങ്ങും പോകുന്നില്ല. ഊണുവർക്കൊക്കെ ഇവിടെ തന്നെ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. സഖാവ് ഗഫൂറിന്റെ കുടുംബ പ്രശ്നം പാർട്ടി തലത്തിലൊന്ന് ചർച്ച ചെയ്യണം. പാർട്ടിക്കാര്യം പാർട്ടി ആഫീസിൽ. വാ ഭരത. കാർന്നവരെ മനസ്സിലായില്ലല്ലോ. പഴയ ഒരു സഖാവ, കേട്ടിട്ടുണ്ടാവും. പൂപ്പള്ളി രാഘവൻ എന്ന പേര്. ഓ, സഖാവാണല്ലേ. വയലാർ പുന്നപ്ര വിപ്ലവങ്ങളിലൊക്കെ. തന്നെ തന്നെ. അന്ന് പോലീസുകാര് തല്ലിച്ചതച്ചതിന്റെ ഹേമദണ്ഡ. ഇടിയും തൊഴിയും ഏറ്റതല്ലാതെ ഗുണമൊന്നും ഉണ്ടായില്ല അല്ലേ? പാവം. വല്ല MLA മന്ത്രിയൊക്കെ ആയിക്കൂടായിരുന്നോ? അരുതാത്തത് പറയല്ലേ സാറേ. എതിരാളികൾക്കൊക്കെ എന്താ പറഞ്ഞു നടക്കാനാവാത്തെ? പോലീസുകാർക്ക് ഇപ്പോഴും മനസാക്ഷി ഇല്ലാന്നുണ്ടോ? എടോ കാർന്നൂരെ, സഖാവാണെന്ന് ഞാൻ നോക്കില്ല. പോലീസുകാരെ മാറ്റാതാക്കി പറഞ്ഞാണ്ടല്ലോ ഇടിച്ചതിന്റെ. പല്ലും പരണ്ടയില്ലാത്ത കുറെ സഖാക്കൾ ഇറങ്ങിയിരിക്കണം. പഴയ വിപ്ലവ കഥയും പറഞ്ഞു. രാഘവേട്ടാ, ഒന്ന് തെന്നി വീണു. കണ്ണട ഉണ്ടെങ്കിലും കാഴ്ച കുറവാണ്. ഗിലാവ് വിളിച്ച കയ്യ കരുത്തുണ്ട്, വേദനെടുക്കും. താക്കിയിടുന്നത് അല്ലടോ, അതിനുള്ളിലെ മനുഷ്യത്വമാണ് വലുത്. ഇതുപോലെ പുഴുക്കത്തുള്ള കുറെ ഉണ്ട് നിങ്ങളുടെ സേനയില്. ഞാനത് ശരിയാക്കി തരാം. ബലം പിടിക്കണ്ട, ഇത് സഖാ. അതൊക്കെ മനസ്സിലായടോ? സഖാവേ, എന്താടോ നിവേദനത്തില്? നിവേദനമല്ല സാർ, സഖാവ് മാധവേട്ടൻ തന്നയിച്ച കത്താണ്. ഇത് സഖാവ് ഗഫൂറിന്റെ വിധവ.
വേണ്ടത് ചെയ്യാൻ ശ്രമിക്കാം. ശ്രമിച്ചാൽ പോരാ, നടപടി ഉണ്ടാവണം, അതും വൈകാതെ. എന്റെ കൽപ്പനയാണോ? അല്ല സർ, അർഹിക്കുന്ന അവകാശം നേടിയെടുക്കാനുള്ള തീവ്രമായൊരു ശ്രമം. എന്റെ പേരെന്താ? ഭരതൻ. ആ ഭരതാ, പൊന്നുരുത്തിയില് ഗഫൂർ ഒരു രക്തസാക്ഷി മണ്ഡപം പണിയണം. അതിനുള്ള പണം സ്വരൂപിക്കാൻ ബക്കറ്റ് പിരിവോ ഹുണ്ടിയ പിരിവോ എന്താ വെച്ചാ ചെയ്യാൻ ഇയാൾ സഖാവ് മാധവനോട് പറയണം. കൊള്ളാം സഖാവേ, രക്തസാക്ഷി മണ്ഡപങ്ങൾ പടുത്തുയർത്തി പാർട്ടിയുടെ ആധിപത്യം ഉറപ്പിക്കാമെന്നുള്ള അങ്ങയുടെ ചിന്ത തെറ്റാണ്. ഇജ്ജെന്നെ പ്രസ്ഥാനത്തിന്റെ പൾസ് പഠിപ്പിക്കണ്ട. ഈ പറഞ്ഞ അണികളുടെ ഇടയിൽ കൂടെ തോളോട് തോൾ ചേർന്ന് നടന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഒരുപാട്. ഉണ്ടാവാം, സഹനകഥകൾ നിഷേധിക്കുന്നില്ല. പാടത്തും പറമ്പിലും തൊഴിൽ സ്ഥലങ്ങളിലും ഇൻകുലാബ് വിളിക്കുന്നവന്റെ ആശയ അഭിലാഷങ്ങളും തിരിച്ചറിയാനുള്ള മനസാക്ഷി ഉണ്ടാവണം സഖാവേ. മാർക്സിനെയോ എംഗൽസിനെയോ വായിച്ചറിഞ്ഞിട്ടോ അനുഭവിച്ചറിഞ്ഞിട്ടോ അല്ലല്ലോ കേരളത്തിലെ ഇല്ലായ്മക്കാർ ചെങ്കളുടെ കീഴിൽ അണിനിരുന്നിട്ടുള്ളത്. നിങ്ങളെപ്പോലുള്ള ഈശ്വര തുല്യരായ സഹാക്കളെ വിശ്വസിച്ചിട്ടാണ്. അണികളുടെ വിശ്വാസത്തിന്റെ നൂലിലപ്പാഴ്ന്ന് പൊട്ടിയാൽ സഖാവ് ഗഫൂറിന്റെ മകനടക്കമുള്ള ഈ തലമുറ വഴിമാറി ചിന്തിച്ചാൽ സാക്ഷാൽ വലിയമ്പ്രാം വിചാരിച്ചാൽ പോലും തടയാനാവില്ല സഖാവേ, ഉറപ്പ്. കൊള്ളാലോടോ എന്റെ വിമർശനം. ഈ ചങ്കൂറ്റം നഷ്ടപ്പെടുത്തരുത്. ഇയാളുടെ കണ്ണുകളും ശബ്ദവും ഓർമ്മയിൽ എവിടെയോ തെക്കൻകൂർ കൊട്ടാരത്തിലെ ലക്ഷ്മിഭായി തമ്പുരാട്ടിയുടെ സഖാവ് രാഘവേട്ടൊന്നും മറന്നിട്ടില്ല. ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. ലക്ഷ്മിഭായി തമ്പുരാട്ടിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ 5 മുഴം തുണിയുമായി തെക്കുംകൂർ കൊട്ടാരത്തിന്റെ പടി കടന്നു വന്ന സഖാവുള്ളവരെയും കൂടെ സഖാവ് രാഘവേട്ടനുണ്ടായിരുന്നു. അന്ന് എന്റെ സമീപത്ത് വന്നു നിന്ന് തലയിൽ കൈവച്ച് കണ്ണീര് തുടച്ചു. എന്നിട്ടൊരു വാഗ്ദാനം, പ്രസ്ഥാനം കൂടെ ഉണ്ടെന്ന്. ഒന്നും മറന്നിട്ടില്ല സഖാവേ. ചോരയിൽ അമ്മ തമ്പുരാട്ടിയുടെ വിപ്ലവം കലർന്നുപോയി. പ്രസ്ഥാനത്തെ തള്ളിപ്പറയാനോ മുഖം തിരിച്ചു പിടിക്കാനോ എനിക്കാവില്ല. ലക്ഷ്മിഭായി തമ്പുരാട്ടിയുടെ 5 വയസ്സുകാരൻ മകനോട് പാലിക്കാൻ കഴിയാതെ പോയ കാരുണ്യം ഗഫൂറിന്റെ മകനോടെങ്കിലും കാണിക്കണം സഖാവേ. കൊള്ളാം, ഭരതന്റെ വികാരം എനിക്ക് മനസ്സിലാവും. അന്നെപ്പോലുള്ളവരെയാണ് പാർട്ടിക്ക് വേണ്ടത്. ഈ 10-20 വർഷത്തിനിടയിൽ ഞാൻ സമ്പാദിച്ചത് എന്താണെന്ന് അറിയോ എനക്ക്? യശോദ വിപ്ലവത്തിന്റെ 3 വിത്തുകളും. ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ ശവശരീരത്തിൽ പുതപ്പിക്കാനുള്ള 5 മുഴം തുണിക്ക് പോലും പാർട്ടിയുടെ ഔദാര്യം തേടേണ്ടി വരും. പീടിയുണ്ടോ സഖാവെ ഒന്നെടുക്കാൻ? വായിലൊരു നാക്കും ഉറപ്പുള്ള ചങ്കും ഉണ്ടെന്ന് വെച്ച് ആരോട് എന്തും അങ്ങ് പറയാന്നാണോ വിചാരം? അപ്പോഴത്തെ ഒരു സന്ദർഭത്തില് പ്രതികരിക്കാൻ കണ്ട സമയവും സന്ദർഭവും തലകാല ബോധം ഇല്ലാണ്ട് സഖാവ് നേരിട്ട് ഫോൺ വിളിച്ചപ്പോ ഞാൻ എന്താ പറയാ? ഫോൺ താഴെ വെച്ച് 2 തൊഴി തരാനാവോന്ന് താൻ തോന്നി. ആ വായി തോന്നൊക്കെ വിളിച്ചുകൊണ്ട് നിന്ന് ചിരിക്ക. രണ്ടാള് ചണ്ടോടി കഴിഞ്ഞോ? ഇപ്പൊ എന്താ ഉണ്ടായേ? ചോദിച്ചോക്ക്, പറഞ്ഞാലും വീരകഥകള്. വലിയ വീരനായനാണെന്നല്ലേ ഭാവം? സംശയമുണ്ടോ മാധവട്ടനെ? ആൺകുട്ടികളാണെന്ന് പറഞ്ഞു നടന്നാ പോരാ, ചുണ വേണം. കഴിഞ്ഞിട്ട് ഗുരുവായൂരെ നിവേദ്യ ഭരതന്റെ പേരിൽ ഞാൻ നേർന്നിരുന്നതാ. നല്ല നടപ്പനായിരിക്കും. ഇവനെ നന്നാക്കാൻ ഗുരുവായൂരപ്പൻ ശ്രമിച്ചാൽ അങ്ങേര് നശിക്കും. കളിയാക്കണ്ട മാധവട്ട, വന്നിക്കണ്ട, നിന്ദിക്കാതിരുന്നാ മതി. ആട്ടെ, ആ റംലയുടെ കാര്യത്തിൽ CM-ന്റെ നിലപാട് എന്താണ് സഖാവേ? അവിടെ ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രം തുടങ്ങാമെന്നും അവളെ അവിടെ മിഡ്വൈഫായിട്ട് നിയമിക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. പൊന്നുരുത്തിയിലെ ദുർദിനങ്ങൾ അവസാനിക്കുന്നു അല്ലേ സഖാവേ? അതെ, പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം നിറവേറ്റപ്പെടുന്നു. ആ സംഭവത്തിന് ശേഷം ഒരു മെഡിക്കൽ ചെക്കപ്പിന് വിധേയനായപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഒരച്ഛനാകാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. തന്റെ സാമീപ്യം കൊണ്ട് കൂടുതൽ സന്തോഷം പാർവതിക്കാണല്ലോ. ആ
അമ്പലവും പൂജാമുറിയുമായി ജീവിതം ഹോമിച്ചിരുന്ന അവള് ഇന്നൊരമ്മയായതുപോലെ. അത് കണ്ടപ്പോ എന്റെ ഉള്ളിൽ തോന്നി പിതൃതുല്യമായ ഒരു വികാരം. ഒരു മകന്റെ സ്ഥാനം ഞങ്ങൾക്ക് തീരെ തരാൻ സമ്മതമാണോ തനിക്ക്? എന്റെ പെറ്റമ്മയിൽ നിന്ന് മാതൃത്വം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. പാർവതിയെടുത്തി എനിക്ക് അമ്മയെ പോലെ. പിന്നെ പിതൃത്വം, തന്തയില്ലാത്തവൻ. അതാണ് എന്റെ ഓമന പേര്. കുഞ്ഞാമ്പു ജീവിച്ചിരുന്നെങ്കിൽ കുത്തി മലർത്തുമായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ നിന്റെ ആരുമല്ലേ? എന്റെ മാധവേട്ടൻ, സഖാവ് മാധവൻ. തന്തയുടെ സ്ഥാനത്ത് കാണാൻ എനിക്കാവില്ല. വേണ്ട, നിന്റെ ഉള്ളിൽ ഞാൻ കാണുന്നുണ്ട്. മതി, അത് മതി. എന്താണ് നിർത്തിയ? കള്ളു കുടിച്ചാൽ മനുഷ്യന് തലയ്ക്ക് പിടിക്കും. എന്നാ വട്ട് പിടിക്കുന്ന ആദ്യമായിട്ട് അതേടാ, കാണാൻ. എനിക്ക് വട്ടാടാ, വട്ട്. സന്തോഷം കൊണ്ടുള്ള വട്ട്. എന്റെ ദിവസമാടാ ഇന്ന്. ദിവസമാണേലും ആഴ്ചയായാലും കാര്യം എന്താന്ന് വെച്ചാൽ എന്നോട് പറയാം. എന്റെ സ്വകാര്യം ചെണ്ട കൊട്ടി നാട്ടുകാരോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോടാ? ഉണ്ടോന്ന്? ആ, എന്താടാ ഞാൻ ഇങ്ങനെയായി പോയത്? ഇങ്ങനെയൊക്കെ ആയിപ്പോയിന്ന് പറഞ്ഞാൽ മതില്ലേ. അനുഭവങ്ങളാടോ പിന്നെ ശീലങ്ങളാവുന്നത്. മനസ്സിലായോടാ നിനക്ക്?